പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 7 വെള്ളി. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ വർഷം ഒമാനിൽ ഉൽപ്പാദിപ്പിച്ചത് 3,96,775 ടൺ ഈത്തപ്പഴം. ദാഖ്ലിയ ഗവർണറേറ്റാണ് ഈത്തപ്പഴ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തെന്നും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 70,604 ടൺ ഇവിടെ ഉൽപ്പാദിപ്പിച്ചത്. നിസ്വ, ബഹ്ല, മനാഹ് തുടങ്ങിയ ചില വിലായത്തുകളിലെ ഈത്തപ്പന ഫാമുകളാണ് ദാഖ്ലിയ മുന്നിലെത്തിച്ചത്. 66,421 ടണ്ണുമായി താഹിറ ഗവർണറേറ്റ് തൊട്ടു പിന്നിലും 58,508 ടൺ ഈത്തപ്പഴവുമായി തെക്കൻ ബാത്തിന ഗവർണറേറ്റ് മൂന്നാം സ്ഥാനത്തുമെത്തി. 55,487 ടണ്ണുമായി വടക്കൻ ബാത്തിന ഗവർണറേറ്റ് നാലാം സ്ഥാനത്തുമാണ് ഉള്ളത്. യെമനിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് റംസാനിൽ കഴിയാനുള്ള ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ ആവശ്യവസ്തുക്കൾ ലഭ്യമാക്കി ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. അൽമഹ്റ ഗവർണറേറ്റിലേക്കാണ് 28,500 ഭക്ഷ്യപാർസലുകൾ വിതരണം ചെയ്തത്. ട്രക്കുകൾ, ട്രെയിലറുകൾ തുടങ്ങി നിരവധി വാഹനങ്ങളിലാണ് സാധനങ്ങൾ യമനിൽ എത്തിച്ചത്. ക്യാമ്പയിൻ വഴി ശേഖരിച്ച വസ്തുക്കളാണിവയെന്നും മേഖലയിൽ ബുദ്ധിമുട്ടുകളും പ്രതികൂല സാഹചര്യങ്ങളും നേരിടുന്നവർക്ക് പിന്തുണ നൽകുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ CEO ബദർ മുഹമ്മദ് അലി അൽ സഅബി അറിയിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലും സമാന രൂപത്തിൽ സാധനങ്ങൾ യമനിൽ എത്തിച്ചിരുന്നു. മസ്കത്ത് ഗവർണറേറ്റിലെ മൊബേല സൗത്തിൽ പബ്ലിക് അഫയേഴ്സ് ബിൽഡിംഗിന് സമീപത്തെ റൗണ്ട് എബൌട്ട് അറ്റകുറ്റപ്പണികൾക്കായി ഭാഗികമായി അടച്ചു. ഈ മാസം 8 ശനിയാഴ്ച വൈകുന്നേരം വരെ റോഡ് അടഞ്ഞുകിടക്കും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്ത് താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മസ്കത്ത് നഗരസഭ അറിയിച്ചു. ഒമാനിലെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങളിലൊന്നായ വടക്കൻ ഗവർണറേറ്റിലെ ഷിനാസ് വഴിയുള്ള ചരക്ക് നീക്കത്തിൽ വൻ വളർച്ച. കപ്പലുകൾ, ചരക്കുകൾ, കന്നുകാലികൾ എന്നിവയുടെ നീക്കത്തിൽ വർധനവുണ്ടായതായി സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നു. ദേശീയ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിലും പ്രാദേശിക അന്തർദേശീയ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിലും തുറമുഖത്തിന്റെ നിർണായക പങ്കിനെ സൂചിപ്പിക്കുന്നതാണ് ഈ മുന്നേറ്റം. കഴിഞ്ഞ വർഷം 707 കപ്പലുകൾ കൈകാര്യം ചെയ്തുവെന്ന് ഷിനാസ് തുറമുഖത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഖാദിർ ബിൻ അലി അൽ മഅ്മരി പറഞ്ഞു. 2023 അപേക്ഷിച്ച് 41% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ മനുഷ്യ അവയവങ്ങൾ കൈമാറുന്നതിനുള്ള പരീക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ഒമാൻ എയർപോർട്ട്സ്. ആരോഗ്യ മന്ത്രാലയം, റോയൽ ഒമാൻ പോലീസ്, മറ്റ് പ്രസക്തമായ അധികാരികൾ എന്നിവരുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ദേശീയ അവയവം മാറ്റിവെക്കൽ പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായിരുന്നു ഈ പരീക്ഷണ പ്രവർത്തനം. മനുഷ്യാവയവങ്ങളുടെയും ടിഷ്യൂകളുടെയും കൈമാറ്റം വേഗത്തിലാക്കുക, ട്രാൻസ്പ്ലാന്റ് നടപടിക്രമങ്ങൾക്കായി അവയുടെ സുരക്ഷിതവും സമയബന്ധിതവുമായ വരവ് ഉറപ്പാക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ സംരംഭത്തിലൂടെ സുപ്രധാന അവയവങ്ങളുടെ വേഗത്തിലുള്ളതും സുരക്ഷിതവുമായ ഗതാഗതം സുഗമമാക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ഒമാൻ എയർപോർട്ട്സ് നടപ്പാക്കി. ജീവൻ രക്ഷിക്കുന്നതിനായുള്ള അവയവ കൈമാറ്റം സുഗമമാക്കുന്നതിനായി അതിന്റെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അവ എത്രയും വേഗത്തിൽ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉറപ്പാക്കുകയായിരുന്നു പരീക്ഷണ പ്രവർത്തനങ്ങളിലൂടെ അധികൃതർ ലക്ഷ്യമിട്ടിരുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഉദ്യോഗസ്ഥർ കൂടുതൽ അധികാരം നൽകി മന്ത്രിതല ഉത്തരവ്. CPAയിലെ തിരഞ്ഞെടുത്ത ജീവനക്കാർക്ക് ജുഡീഷ്യൽ പോലീസ് അധികാരമാണ് നൽകുന്നത്. ഇത് സംബന്ധിച്ച് നീതിന്യായ നിയമകാര്യ മന്ത്രി ഡോക്ടർ അബ്ദുള്ള മുഹമ്മദ് അൽ സൈദി ഉത്തരവ് പുറപ്പെടുവിച്ചു. വിപണിയിൽ കണ്ടെത്തുന്ന നിയമലംഘനങ്ങളുടെ മേൽ ഉടനടി നടപടി സ്വീകരിക്കുന്നതിന് 52 ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടാകുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതേസമയം ഒമാനിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം ശക്തമായി നടപ്പിലാക്കുകയാണ്. ആഴ്ചകൾക്കിടയിൽ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ
ഉപഭോക്തൃ വിഭാഗം പരിശോധന നടത്തി നിരവധി സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടികൾ സ്വീകരിച്ചത്. ചില സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചിലതിന് നോട്ടീസ് നൽകുകയും ചെയ്തു. വ്യാപാര വാണിജ്യ രംഗത്തെ സുരക്ഷിതത്വവും സൂക്ഷ്മതയും ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയും ലക്ഷ്യം വെച്ചാണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നേതൃത്വത്തിൽ നടപടികൾ ശക്തമാക്കുന്നത്. പ്രാദേശിക തലങ്ങളിൽ വളരെ പ്രതിദിന പരിശോധനകളും നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. കൂടാതെ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്നവർക്ക് കോടതികൾ കനത്ത ശിക്ഷയും നൽകുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടും തടവ് ശിക്ഷ അനുഭവിച്ചും ജയിലുകളിൽ കഴിയുന്നവരുടെ കണക്കുകൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ വധശിക്ഷ കാത്ത് ജയിലുകളിൽ കഴിയുന്നത് UAE-യിലാണ്. എന്നാൽ ബഹ്റൈനിലും ഒമാനിലും ഒരു ഇന്ത്യക്കാരൻ പോലും വധശിക്ഷ കാത്ത് കഴിയുന്നില്ലെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പാർലമെന്റിൽ അറിയിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു. 29 ഇന്ത്യക്കാരാണ് UAE-യിൽ വധശിക്ഷ കാത്ത് കഴിയുന്നത്. സൗദി അറേബ്യയിൽ 12ഉം കുവൈത്തിൽ 3ഉം ഖത്തറിൽ ഒരാളും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിലുണ്ട്. വിദേശത്താകമാനം 54 പേരാണ് വധശിക്ഷ കാത്ത് ജയിലുകളിൽ കഴിയുന്നതെന്ന് ഹാരിസ് ബീരാൻ MP-യുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി പറഞ്ഞു. അതേസമയം 10,152 ഇന്ത്യക്കാർ ആണ് വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്നത്. 86 രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ജയിലുകളിൽ കഴിയുന്നുണ്ട്. പലരും വിചാരണ നേരിടുന്നു. ചിലർ ശിക്ഷിക്കപ്പെട്ടാണ് കഴിയുന്നത്. GCC രാജ്യങ്ങളിലാണ് കൂടുതൽ പേരും. സലാലയുടെ തീരദേശത്തിന് പുതിയ മുഖമൊരുക്കാൻ മാസ്റ്റർ പ്ലാനുമായി ഒമാൻ ഭവന നഗര ആസൂത്രണ മന്ത്രാലയം. ഒമാൻ വിഷൻ 2040ന്റെ ഭാഗമായി ന്യൂ സിറ്റി സലാല വാട്ടർ ഫ്രണ്ട് പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തുടനീളം നടപ്പിലാക്കുന്ന 33 ബില്യൺ ഒമാനി റിയാലിന്റെ വികസന പദ്ധതിയുടെ സുപ്രധാന ഭാഗമാണിതെന്നും മന്ത്രാലയം അറിയിച്ചു. 7.3 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പദ്ധതി പ്രമുഖ അന്താരാഷ്ട്ര ഡിസൈൻ സ്റ്റുഡിയോയായ സസാക്കിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 60,000 താമസക്കാർക്ക് വീടുകളൊരുക്കുന്ന 12,000-ലധികം റെസിഡൻഷ്യൽ യൂണിറ്റുകളാണ് പദ്ധതിയുടെ പ്രത്യേകത. 2 വൃക്കകളും തകരാറിലായി റൂവി ബദർ അൽ സമ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം സ്വദേശി മഹേഷ് കുമാർ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ജീവൻ നിലനിർത്താനും നാട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്കും സുമനസ്സുകളുടെ കനിവ് തേടിയ മഹേഷ് തന്റെ അവസാന ആഗ്രഹങ്ങളും പൂർത്തിയാക്കാനാകാതെയാണ് മടങ്ങിയത്. 8 വർഷമായി വിസ കാലാവധി കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ സാധിക്കാതെ ഒമാനിൽ കഴിഞ്ഞിരുന്ന മഹേഷിന് ആരോഗ്യസ്ഥിതി വളരെ മോശമായ അവസ്ഥയിലാണ്. 2024 ഒക്ടോബർ 3-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അടിയന്തരമായി ഡയാലിസിസിന് വിധേയമാക്കുകയും അനിവാര്യമായ തുടർ ചികിത്സ ആരംഭിച്ചുകൊണ്ടും ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം അപകടനിലയിൽ നിന്നും മഹേഷിന്റെ ജീവൻ നിലനിർത്തുകയും ആരോഗ്യനില ഒരു പരിധിവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. ക്രോണിക് കിഡ്നി ഡിസീസ് 5ാം ഘട്ടത്തിലും രക്തത്തിന്റെ ഹീമോഗ്ലോബിന്റെ അളവ് വളരെ താഴ്ന്ന നിലയിലുമായിരുന്നു. മഹേഷിനെ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. തുടർച്ചയായി നൽകിയ ഡയാലിസിസിലൂടെയും മറ്റു ചികിത്സയിലൂടെയും ആരോഗ്യം വീണ്ടെടുക്കുകയായിരുന്നു. 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ഡിസംബർ പകുതിയായപ്പോഴേക്കും മഹേഷിന് നാട്ടിലേക്ക് വീൽചെയറിൽ യാത്ര ചെയ്യാനുള്ള ആരോഗ്യനിലയിൽ എത്തിച്ചേർന്നു. ഉക്രൈനിലെ നോൺ റെസിഡന്റ് ഒമാൻ അംബാസിഡറായി മൈദ സൈഫ് അൽ മഹ്റൂക്കിയെ നിയമിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു. നിലവിൽ ജർമ്മനിയിലെ ഒമാന്റെ അംബാസിഡറായി സേവനം അനുഷ്ഠിക്കുകയാണ് മൈദ അൽ മഹ്റൂക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.